താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ. അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും. രേവതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ വിഷുഫലം. സാമ്പത്തിക രംഗത്തേക്ക് ഒരു ഭയത്തോടു കൂടിയാണ് ഇറങ്ങിത്തിരിക്കുകയെങ്കിലും സമയം അനുകൂലമാണ്. കയ്യിൽ പണമൊന്നുമില്ലെങ്കിലും കാര്യങ്ങൾ ഭംഗിയായി നടക്കും. ഉദ്യോഗം അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ്. ഏതൊരു കാര്യം തുടങ്ങണമെന്ന് വെച്ചാലും ഒരു മന്ദതയുണ്ടാകും. ആ കാര്യത്തിലേക്കിറങ്ങിയാൽ വിജയം 100%. എല്ലാവരെയും കേൾക്കും, അനുസരിക്കും. മേലധികാരികൾക്ക് പ്രിയപ്പെട്ടവരാണെങ്കിലും മറ്റുള്ളവരുടെ തൊഴുത്തിൽ കുത്ത് കാരണം പഴി കേൾക്കേണ്ടി വരും. അത് മാനസികമായ സംഘർഷത്തിന് കാരണമാണ്. കർമ്മമണ്ഡലത്തിൽ ജ്വലിച്ചു നിൽക്കും. എതിരാളികളുണ്ടാകും, പക്ഷേ അവർ മൗനം പാലിക്കും. വാഹനങ്ങൾ, വീട്ടുപകരണങ്ങൾ പുതിയത് സ്വന്തമാക്കാൻ സാധിക്കും. പൂർവികമായി എത്തിച്ചേരേണ്ട സ്വത്തുക്കൾ കൈവശം വരും. ജാമ്യം നിൽക്കുന്നത് സൂക്ഷിക്കുന്നത് നല്ലതാണ്. ബന്ധുമിത്രാദികൾ, സുഹൃത്തുക്കൾ, സഹപ്രവർത്തകർ ഇത്തരത്തിലുള്ളവരുടെ തർക്കങ്ങളിൽ നിഷ്പക്ഷത പാലിക്കും. അത് നാളേക്ക് ഗുണപ്രദമാകും. ഏത് സങ്കീർണ വിഷയങ്ങളും ജാഗ്രതയോടെ കൈകാര്യം ചെയ്യുന്നത്, അതിനുവേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നത് ലക്ഷ്യപ്രാപ്തിയിലെത്തും. മാനസിക, ശാരീരിക അസ്വസ്ഥതകൾ കുറവായിരിക്കും. സഹപ്രവർത്തകർക്കും സുഹൃത്തുക്കൾക്കും സാമ്പത്തിക സഹായം ചെയ്യേണ്ടി വരും. എന്നാൽ അത് തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷ വെച്ച് പുലർത്തരുത്. ഗൃഹത്തിന്റെ അറ്റകുറ്റപ്പണികൾ, പുതിയത് നിർമ്മാണം ആരംഭിക്കാൻ എല്ലാത്തിനും സാധ്യത. സമയം അനുകൂലം. ധർമ്മപ്രവർത്തികൾ, ദാനപ്രവർത്തികൾ, ഭക്തിയാത്രകൾ, കുടുംബത്തോടൊപ്പം ഉല്ലാസയാത്രകൾ, വിദേശയാത്രകൾ തുടങ്ങിയവയ്ക്ക് അനുകൂലം. കയ്യിൽ വരുന്ന ധനം വാരിക്കോരി ചിലവഴിക്കുന്നത് സൂക്ഷിച്ചു വേണം. താംബൂലത്തിൽ അഭിലാഷ് പറയേരി. അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത്. ബെൽബട്ടൺ അമർത്തു, എല്ലാം ആദ്യമറിയാം. ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ.